ഇത്തവണ ഞാൻ പ്രിപ്പയർ ആയിട്ട് തന്നെ വന്നേ. വാ. സ്റ്റാർ വാഴ്സ്, മാർവൽ യൂണിവേഴ്സ്, DC യൂണിവേഴ്സ്, അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന വമ്പൻ സിനിമകൾ കണ്ട് കൊതിയോടെ നമുക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാം. പക്ഷെ ഒരിക്കലും ഇന്ത്യൻ സിനിമയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഓർത്തിരുന്ന ആ നിഗമനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇനി അഭിമാനത്തോടെ തല ഉയർത്തി നമുക്ക് പറയാം, നമുക്കുമുണ്ട് കൽക്കി. കൽക്കി മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ 10ാമതായി വരുന്ന, ഇനിയും അവതരിച്ചിട്ടില്ലാത്ത മഹാ അവതാരം. കലിപൂണ്ട കലിയുഗത്തിനൊടുവിൽ ദുഷ്ടത നിറഞ്ഞു നിൽക്കുന്ന, നാശത്തിന്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന ഭൂമിയെ രക്ഷിക്കാനായി കലിയുഗ വരദനായി എത്തുന്ന കലിയുഗത്തിന്റെ രക്ഷകൻ. ദശാവതാരത്തിലെ 10ാമത്തെ അവതാരം, അതാണ് കൽക്കി. നാഗശ്വിൻ സംവിധാനം ചെയ്തിരിക്കുന്ന കൽക്കിയുടെ വരവിനായി ഏറെ നാൾ കാത്തിരുന്നെങ്കിലും പക്ഷേ വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു പല പ്രേക്ഷകർക്കും. കാരണം ഇന്നോളം അത്തരത്തിലിറങ്ങിയ പല സിനിമകളും നെഗറ്റീവ് റിപ്പോർട്ടുകളാണ് പലയിടത്തു നിന്നും മേടിച്ചു കൂട്ടിയത്. വലിയ കുഴപ്പമില്ലാത്ത VFX ഉണ്ടെങ്കിലും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകരെ അത്ര കണ്ട് തൃപ്തിപ്പെടുത്തിയിരുന്നില്ല ഒരു സിനിമയും. പക്ഷേ ആ കാലത്തിനൊക്കെ വിട. കാരണം നാഗശ്വിൻ ഒരുക്കിയിരിക്കുന്ന കൽക്കി ഇന്ത്യൻ സിനിമയുടെ ഒരു പുത്തൻ മുഖം തന്നെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. വമ്പൻ മുതൽ മുടക്കിൽ എത്തിയിരിക്കുന്ന സയൻസ് ഫിക്ഷൻ, ആക്ഷൻ, ഹോളിവുഡ് ചിത്രങ്ങൾ കണ്ട് കണ്ണ് മിഴിച്ചിരുന്നിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും 100% തൃപ്തി നൽകുന്ന ഒരു തകർപ്പൻ ഇന്ത്യൻ സിനിമ. അതാണ് കൽക്കി 2898 AD എന്ന ചിത്രം. മഹാഭാരത യുദ്ധം നടന്ന് 6000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയാണ് അത്യന്തം ഭാവനാത്മകമായി നാഗശ്വിൻ എന്ന സംവിധായകൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാഭാരത കഥയുമായി, പ്രത്യേകിച്ച് അശ്വത്ഥാമാവിന്റെ കഥയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചിത്രം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അശ്വത്ഥാമാവ് തന്നെയാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രവും. കാശി, ശംഭാല, കോംപ്ലക്സ് എന്നിങ്ങനെയുള്ള 3ഇടത്താണ് കഥ നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കാശി. ആ കാശി ഇന്ന് ഭൂമിയിലെ ഏറ്റവും ഒടുവിൽ നശിച്ച സ്ഥലമായിരിക്കുന്നു. കാശിയിൽ ആകാശം മുട്ടുന്ന സ്തൂപം കണക്കെയുള്ള വരേണ്യ വിഭാഗം മാത്രം താമസിക്കുന്ന രാജ്യമാണ് കോംപ്ലക്സ്. കോംപ്ലക്സിനെതിരെ പോരാടുന്ന റിബലുകളുടെ നാടാണ് ശംഭാല. കഥ നടക്കുന്ന 3ഇടങ്ങളിൽ തുടങ്ങുന്നു കൽക്കിയുടെ വിസ്മയ ലോകം. ഭൂമിയിലുണ്ടായിരുന്ന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സകല വിഭവങ്ങളുമുള്ള കോംപ്ലക്സ് ഒരു സ്വപ്ന ഭൂമികയായിട്ടാണ് നാഗശ്വിൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. നല്ല വെള്ളവും ഭക്ഷണവും സകല സൗകര്യങ്ങളുമുള്ള ഇവിടെ എത്താനാണ് ഓരോ കാശുകാരും ശ്രമിക്കുന്നത്. സാധന സാമഗ്രികളുടെ വിനിമയത്തിന് പണത്തിന് പകരം യൂണിറ്റുകളാണ് കൈമാറേണ്ടത്. അടിമുടി ദുരൂഹത നിറഞ്ഞ യാസ്കിൻ എന്നയാളാണ് ഇതിന്റെയെല്ലാം പരമാധികാരി. അയാളുടെ ലക്ഷ്യത്തിനെതിരെയാണ് ശംഭാലക്കാർ സായുധ വിപ്ലവത്തിന് ഒരുങ്ങുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടെക്നിക്കൽ ബ്രില്യന്റ് എന്ന് വിശേഷിപ്പിക്കാൻ പോകുന്ന സംഗതികൾ ഒരുക്കി വെച്ചാണ് നാഗശ്വിൻ ഈ വലിയ സിനിമ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് സമ്മാനിക്കുന്നത്. നാഗശ്വിന്റെ വിഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഇന്ത്യൻ സിനിമയിലെ മഹാരഥന്മാരായിട്ടുള്ള അഭിനേതാക്കളും ടെക്നീഷ്യൻസും ഒരുമിച്ച് ചേർന്നപ്പോൾ ഉണ്ടായത് അതുല്യമായ, മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു തകർപ്പൻ വിഷ്വൽ ട്രീറ്റ് ആയിട്ടുള്ള ഒരു വലിയ സിനിമ തന്നെയാണ്. താരപ്രകടനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അശ്വത്ഥാമാവായി അമിതാഭ് ബച്ചനെ അഴിഞ്ഞാടൻ വിട്ടിരിക്കുകയാണ് സംവിധായകൻ. ഒരു വേള ചിത്രത്തിലെ നായകൻ ബിഗ് ബി ആണോ എന്ന് ചോദിച്ചാലും തെറ്റു പറയാനാവില്ല. അത്രയ്ക്കും ഹൈലി എനർജറ്റിക് ആയിട്ടാണ് അമിതാഭ് ബച്ചൻ അശ്വത്ഥാമാവിന്റെ ക്യാരക്ടറിനെ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സംഘടന രംഗങ്ങളിൽ ഉൾപ്പെടെ ഈ പ്രായത്തിലും, അതും 81ാം വയസ്സിൽ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്ന റിസ്കിനെയൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേ മതിയാകൂ. അതുപോലെ തന്നെ ഭൈരവ എന്ന കഥാപാത്രമായി എത്തിയ പ്രഭാസും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നു. പ്രഭാസിന്റെ ആദ്യ ഇൻട്രോ വന്നപ്പോൾ ഇത് അത്ര കണ്ട് അടിപൊളിയാകുമോ എന്നൊരു സംശയം തോന്നിയെങ്കിലും പോകെ പോകെ പ്രഭാസിന്റെ ഒരു വമ്പൻ മേക്ക് ഓവർ തന്നെയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ബാഹുബലി എന്ന സിനിമയ്ക്ക് ശേഷം പ്രഭാസിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ കണ്ട് രോമാഞ്ചം വന്നത് ഇപ്പോഴത്തെ കൽക്കിയിലാണ്. അതേപോലെ തന്നെ ഭൈരവയും ബുജിയും ചേർന്നുള്ള രംഗങ്ങൾ ഒരേ സമയം രസകരവും ഹോളിവുഡ് നിലവാരം പുലർത്തുന്നവയും തന്നെയാണ്. ഇടയ്ക്കുള്ള ചെറിയ ചില വളിപ്പം കോമഡികൾ മാറ്റി നിർത്തിയാൽ ഓവറോൾ അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു മഹാനടനാണ് ഉലക നായകൻ കമൽഹാസൻ. ആണ്ടവർക്ക് സല്യൂട്ട് കൊടുക്കുക നമ്മൾ. കാരണം ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ, ഈ ഒരു ക്യാരക്ടർ എന്നല്ല, അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അത് ചെയ്യാൻ അദ്ദേഹത്തിനല്ലാതെ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്ന് സിഗ്നേച്ചർ ഇട്ടാണ് അദ്ദേഹം യാസ്കൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. രൂപത്തിൽ മാറ്റം വരുത്തി സ്ക്രീനിലെത്തി കയ്യടി വാങ്ങുന്ന പതിവ് ഇക്കുറിയും കമൽഹാസൻ തെറ്റിച്ചിട്ടില്ല. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും, എത്ര അവസരങ്ങൾ കിട്ടിയാലും മനുഷ്യൻ മാറില്ല, മാറാൻ കഴിയില്ല.
അതുപോലെ തന്നെ സുമതി എന്ന നായികാ വേഷത്തിൽ ദീപിക പദുകോൺ പക്വതയാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശാശ്വത ചാറ്റർജി, ശോഭന, അതുപോലെ തന്നെ നമ്മുടെ അന്നാബൻ ഒക്കെ വളരെ ഇന്റർനാഷണൽ ലുക്കിലാണ് എത്തുന്നത്. പശുപതി, രാജേന്ദ്ര പ്രസാദ്, ദിശ പഠാണി, അതുപോലെ തന്നെ മലയാളത്തിന്റെ സ്വന്തം DQ, വിജയ് ദേവർകൊണ്ട, അങ്ങനെ എന്നിങ്ങനെ ഒരുപാട് താരനിരയാണ് പലവിധ കഥാപാത്രങ്ങളുമായിട്ട് വന്നു പോകുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ സ്പോയിലർ ആകുന്നതിനാൽ ഒരുപാട് ഡീറ്റെയിലിംഗിലേക്കൊന്നും പോകുന്നില്ല. സ്ക്രീനിന് മുന്നിലും പിന്നിലും ചില സർപ്രൈസുകൾ ഒരുക്കി അത്ഭുതപ്പെടുത്തുന്നുണ്ട് ടീം കൽക്കി. അതിലെടുത്തു പറയേണ്ടുന്ന ഒന്നാണ് സന്തോഷ് നാരായണൻ ഒരുക്കിയ സംഗീതം, പ്രത്യേകിച്ച് പശ്ചാത്തല സംഗീതം. സിനിമയെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തുന്നതാണ് സനായുടെ സംഗീത വിഭാഗം. തമിഴിലെ കട്ട ലോക്കൽ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമാണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള മുഖമാണ് കൽക്കിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ളതെന്ന് തന്നെ സന്തോഷ് നാരായണന്റെ സംഗീത വിഭാഗത്തെ പറ്റി പറയാൻ സാധിക്കും. മഹാനടി സംവിധാനം ചെയ്ത നാഗശ്വിൻ തന്നെയാണോ ഇത്രയും വലിയൊരു സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഒന്നുറപ്പാണ്, ഇതിന്റെ മുകളിൽ ഒരു സിനിമ വന്നാൽ ഒരുപക്ഷെ അതും നാഗശ്വിൻ തന്നെ ഒരുക്കണം. കാരണം അത്രയും വലിയൊരു ബജറ്റിൽ ഇത്രയും വലിയൊരു ക്യാൻവാസിലുള്ള ഒരു സിനിമ, അതും ഓരോ താരങ്ങളെയും ടെക്നിക്കലായിട്ടുള്ള ഓരോ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളെയും ഒരേ സമയം തന്മയത്തോടെ ഒരുക്കി അതും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇതാണ് ഡയറക്ഷൻ. ഈ സംവിധായകന്റെ വിഷൻ, അതാണ് യഥാർത്ഥ ഡയറക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ക്യാൻവാസിലേക്ക് ഒരു സിനിമ വരുമ്പോൾ അതിന്റെ മുടക്ക് മുതൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി സംവിധായകനുണ്ട്. അതിന് ഉറപ്പ് തരുന്ന ഒരു സംവിധായകൻ തന്നെയാണ് നാഗശ്വിൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിൽ ഇനി വരാൻ പോകുന്ന വമ്പൻ സിനിമകൾ ഒരുപക്ഷെ നാഗശ്വിനിലൂടെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സ്റ്റാർ വാർ പോലെ, മാഡ് മാക്സ് പോലെ, ഡ്യൂൺ പോലെ ഒരു വമ്പൻ സിനിമ നമുക്കുമുണ്ടെന്ന് ഇനി സിനിമാ ലോകത്തോട് വിളിച്ചു പറയാം. ഒരു വമ്പൻ മെഗാ ഹിറ്റ് പാൻ ഇന്ത്യൻ ഗ്ലോബൽ സിനിമ ഇന്ത്യൻ സിനിമയിൽ പിറന്നിരിക്കുന്നു. തൊട്ടടുത്ത തിയേറ്ററുകളിൽ തന്നെ കണ്ടാസ്വദിക്കുക. ഉറപ്പായും ഒരു മികച്ച തിയേറ്ററിൽ കണ്ടാസ്വദിക്കുക. കൽക്കി ഒരു വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. കൂടുതൽ സിനിമ റിവ്യൂസിനും മറ്റ് വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.